അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ ദ ബിഗ് എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ സുധിച്ചേട്ടൻ്റെ ആത്മാവിനെ ഓടിച്ചിട്ടുണ്ട്. ഞാനിത് ഡയറക്റ്റ്ലി തന്നെ പറയുമ്പോൾ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനൊരു വാക്ക് ഉപയോഗിക്കണോ എന്ന്. ശരിക്കും മരിച്ചു പോയവർക്ക് ആത്മാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വളരെ എന്താ പറയുക ഒരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അത് മറ്റാർക്കെങ്കിലുമൊക്കെ അങ്ങേയറ്റം വേദന തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയുന്നു. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു അതായത് രേണു സുധിയുടെ അങ്ങനൊരു വീഡിയോ വന്ന സമയത്ത് അത് നമ്മൾ സീരിയൽ ഗ്രാൻഡ്മയിൽ ഇടുകയും എൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയുകയും ചെയ്തു. അതിന് നല്ല പോലെ കമൻസുകൾ വന്നിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നതുണ്ടായിരുന്നു, നെഗറ്റീവായിട്ടുള്ള കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി തോന്നിയത് നിങ്ങളും ഈ പറയുന്ന രേണുവിനെ വിറ്റ് ജീവിക്കുന്നു എന്നാണ്. അതിൻ്റെ ഒരു മറുപടി അത് ഞാൻ കോമൺ ആയിട്ട് ഈ പറയുന്ന വ്ളോഗൊക്കെ ചെയ്യുന്നവരിൽ എല്ലാവരെയും ചേർത്ത് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു പാർട്ടിൽ നിന്നുള്ള എൻ്റെ ഒരു മറുപടി ഞാൻ ലാസ്റ്റ് പറയാം. നമുക്ക് ഇന്ന് എപ്പിസോഡിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ അങ്ങേയറ്റം ഗംഭീരമായ ഒരു എപ്പിസോഡായിരുന്നു. അതിൽ രേണുവിന് എന്തായാലും അക്ബറിൻ്റെ ആ ഒരു കാര്യത്തിൽ രേണുവിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ലൊരു നീതി ലഭിക്കുന്നുണ്ട്. പക്ഷേ പുറത്ത് രേണു എങ്ങനെയാണ് ആ ഒരു വീഡിയോ ഇട്ടത്? അതിപ്പോൾ എല്ലാ സീസണിലും ചെയ്യുന്നുണ്ടല്ലോ, ബിഗ് ബോസിൻ്റെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ ചെയ്യുന്നുണ്ട്, മുമ്പത്തെ സീസണിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കുറേ പേര് കമൻറ്റിൽ വന്ന് മെഴുകിയായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റാണ് ഇന്ന് ലാലേട്ടൻ എപ്പിസോഡിൽ പൊളിച്ചടുക്കിയത്. അതായത് രേണു സുധി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഏതോ ഒരു കസിൻ ബ്രദർ മീൻസ് ഒരു ബോയ് ആണ്, ഒരു മെയിലാണ് എന്നുള്ളത് നമുക്ക് രേണുവിൻ്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കരുതി സിസ്റ്റർ ആയിരിക്കും, ഓൺ സിസ്റ്റർ ആയിരിക്കും എന്ന് കരുതി. പക്ഷെ ഓൺ സിസ്റ്റർ അല്ല, ഒരു കസിൻ രേണുവിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ശരിക്കും ഇനിയും വീഡിയോസ് ഉണ്ട്, ഇനിയുള്ള വീഡിയോസ് ഇനി എന്തായാലും അപ്ലോഡ് ചെയ്യില്ല എന്ന് ഉറപ്പാണ്. ആ ഒരു വീഡിയോ എടുത്തു വെച്ച ആ ഒരു വീഡിയോ, അതായത് ഒരാഴ്ച കഴിയുമ്പോൾ ആദ്യത്തെ എവിക്ഷൻ, 2 ആഴ്ച കഴിയുമ്പോൾ രണ്ടാമത്തെ എവിക്ഷൻ എന്നിങ്ങനെ അവസാനം വരെ നിൽക്കുമ്പോൾ ഉള്ള വീഡിയോസുകളൊക്കെ എടുത്തപ്പോഴത്തേക്കും രേണുവിൻ്റെ ഫ്ലൈറ്റ് വരെ മിസ്സാകേണ്ടതായിരുന്നു എന്ന് രേണു അവസാനം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. പക്ഷേ ഇന്ന് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞത്, ആദ്യം ലാലേട്ടൻ 3 പേരെ അതിനകം മുഴുവൻ സെർച്ച് ചെയ്യാൻ വിട്ടു. എന്തിനാണെന്നറിയോ? രേണു അവിടെ മൊബൈൽ എങ്ങാനും അകത്തൊളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ മൊബൈലൊന്നും കിട്ടിയില്ല, അവരൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പോഴും അറിയില്ല ഇതാണ് സംഭവം എന്നുള്ളത്. നമ്മളും എല്ലാവരും ഷോക്കിംഗ് ആയിരുന്നു. പക്ഷേ കുറേ പേരൊക്കെ യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകളിലൂടെയും പറയുന്നുണ്ട് രേണുവിൻ്റെ വീഡിയോ അവിടെ കാണിച്ചു എന്നൊക്കെ. ഞാൻ ഗ്രൂപ്പുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് ആയിക്കോട്ടെ അവരെന്താണ് പറയുന്നതെന്നുള്ള തംബ്നെയിൽസ് വായിക്കുന്നതല്ലാതെ കംപ്ലീറ്റ് വീഡിയോസ് ഞാനിരുന്ന് കാണാറില്ല. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചെന്ന് വെച്ചാൽ ലാലേട്ടൻ പറഞ്ഞു തുടങ്ങുന്നത് ഈ വീട്ടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പുറത്ത് ലീക്ക് ആകുന്നുണ്ട്, കഴിഞ്ഞ സീസണുകളിലും ഇത്തരത്തിൽ ലീക്ക് ആയിട്ടുണ്ട് എന്ന്. ഈവൻ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ തന്നെ നമ്മൾ അവസാനം ഈ ഒരു എപ്പിസോഡ് എയറിലാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പം പ്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ ഒരാഴ്ചയ്ക്ക് മുന്നേയൊക്കെ ഇട്ട വീഡിയോസ് അല്ലാതെ, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അല്ലാതെ സീരിയൽ ഗ്രാൻഡ്മയിൽ അങ്ങനൊരു വീഡിയോ പോയിട്ടില്ല. നമുക്കും സമയമുണ്ടായിരുന്നു, നമുക്കും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അങ്ങനൊരു റീച്ച് സീരിയൽ ഗ്രാൻഡ്മ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ വീഡിയോസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ലീക്ക് ആകുമ്പോൾ ലാലേട്ടൻ പറയുന്ന ഒരു വാക്കുകളുണ്ട്. ആ ലാലേട്ടൻ പറഞ്ഞ വാക്കുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. കാരണം അദ്ദേഹം പറയുന്ന ഓരോ വാക്കും അത് അദ്ദേഹം സ്ക്രിപ്റ്റഡ് ആയിട്ടോ പഠിച്ചു പറയുന്നതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്കും ഭയങ്കര വാല്യൂ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനോ തോൽക്കാനോ പോകുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യണം, നിങ്ങൾ കളിക്കണം, ജയിക്കണം. അതല്ലേ ഇത് ജീവിതം പോലെയാണ്. വേറൊരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും, പക്ഷെ അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിട്ട് ലാലേട്ടൻ രേണുവിനോട് തന്നെ ചോദിക്കുകയാണ്, വളരെ ഫണ്ണായിട്ടാണ് ചോദിക്കുന്നത്, വലിയ കലിപ്പൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങൾക്ക് 7ന്റെ പണി തരുവാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 8ന്റെ പണി തിരിച്ചു തരും എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മെൻഷൻ ചെയ്യുന്നത്, ഈ സോഷ്യൽ മീഡിയ ഒരുപാട് പേർക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഇത് വിനോദത്തിലുപരി ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ്. ഇതൊരു ആകാംക്ഷ നിറഞ്ഞ ഒരു ഷോയാണ്. ഈ ഷോയുടെ ക്യൂരിയോസിറ്റി ഇല്ലാതാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വ്ളോഗുകൾ ഇതൊന്നും ചെയ്യാതിരിക്കുക. അപ്പം നമ്മളെല്ലാവരും ക്രിയേറ്റേഴ്സാണ്. ഇപ്പം ഞാനും ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പം അത് ഈ ഒരു ഫീൽഡ് എന്നല്ല, നമുക്ക് പ്രൊഡക്ഷനൊക്കെ വേറെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഫീൽഡിലും എല്ലാവരും ജീവിക്കുന്നത് ഇതേ കണക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാളെ വിറ്റ് ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, രേണു സുധി ഇപ്പം നമ്മളങ്ങനെ രേണു സുധിയുടെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു കോണ്ടന്റ് വെച്ചിട്ടും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ബിഗ് ബോസിലേക്കുള്ളത് എന്നുള്ള രീതിയിലേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഓഡിയൻസ് മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്, എന്തിനാണ് അവരുടെ പിറകെ പോകുന്നത്.
അവരെന്തിനാണ് ഇവരുടെ മുന്നേ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നത്? അതാരും ചിന്തിക്കുന്നില്ല. അവരവരുടെ ജീവിതമാർഗം നോക്കുന്നു, വീഡിയോ എടുക്കാനുള്ളവർ വീഡിയോ എടുത്ത് ജീവിതമാർഗം നോക്കുന്നു, ആ എടുത്ത വീഡിയോയെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് ഇട്ട് അവരവരുടെ ഫീൽഡ്, അവരുടെ ഒരു പ്രൊഡക്ഷൻ, അവരുടെ ഒരു ക്രിയേഷൻ അവർ നടത്തുന്നു. പക്ഷേ ഇത് കാണാൻ നിങ്ങളത് ആസ്വദിക്കുന്നു, അതവർ ചെയ്യുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തറിയണം എന്ന് കാത്തിരിക്കുന്നവർക്ക് അതറിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, അതൊക്കെ അവിടെ നടന്നു പോകുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ വാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വായിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ രേണുസുതിയാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ രേണുസുതി പുറത്ത് വൈറലാക്കി വിട്ട ആ ഒരു വീഡിയോ അത് ലാലേട്ടൻ പബ്ലിക്കായിട്ട് ഈ ഒരു മത്സരാർത്ഥികളുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിലും കാണിക്കുന്നുണ്ട്. ശരിക്കും അത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. കാരണം അവിടെ ആ സംഭവം നടന്നത് അകത്തുള്ള ഒരു മത്സരാർത്ഥികളും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞേ, സംസാരിക്കാൻ അകത്തൊരു വിഷയമായി എന്ന് വേണം കരുതാൻ. ഇനി ഇതേക്കുറിച്ചൊരു സംസാരം എന്തായാലും ഉണ്ടാകും. അപ്പോൾ രേണു ഇതുവരെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്നെങ്കിൽ ഇനിയിപ്പം രേണുവിന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതൊന്നും നിസ്സാരമല്ല. സോഷ്യൽ മീഡിയയിൽ എന്തും വലിച്ചു വാരി പറയാനോ ഇടാനോ പാടില്ല എന്നതിൻ്റെ ഒരു കാര്യം കൂടിയാണ് ലാലേട്ടൻ പറയുന്നത്. പിന്നെ ഈ പറയുന്ന കണക്ക് എല്ലായ്പ്പോഴും ഹെൽപ്പ് ചോദിച്ച് ജീവിക്കാം എന്ന് കരുതരുത്. സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്, അതിനൊക്കെ ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് രേണുവിന് ലാലേട്ടൻ കൊടുക്കുന്ന 8ന്റെ പണി. അതൊരു 7ന്റെ പണി ആയിരുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന വ്ളോഗേഴ്സിൻ്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ മുൻപേ സൂചിപ്പിച്ചതുപോലെ, അതായത് കുറേ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൻ്റെ ഈ ഒരു എപ്പിസോഡ് വരുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുമ്പോൾ അത് ചാനലിലൂടെയൊക്കെ കിട്ടുന്നുണ്ട്. ഒരു പരിധിവരെ കുഴപ്പമില്ല, ശരിയാണ്. ആ ഒരു ക്യൂരിയോസിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിപ്പോർട്ടുകൾ കിട്ടുന്നു എന്നുള്ളത് കുഴപ്പമില്ല. പക്ഷേ അതേന്നും പറഞ്ഞ് ലീക്കാക്കി ഫസ്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മത്സരം, അതും നല്ലതല്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്. അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാതെ എല്ലാവരും രേണുവിൻ്റെ ആ ഒരു വിഷയം മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ എന്ന് കരുതരുത്. പിന്നെ അതിനുശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നൈസായിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് ലാലേട്ടൻ പോകുന്നുണ്ട്. പക്ഷേ ഈ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തി അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ രേണുസുതി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഭയങ്കര ഓവർ ആക്ടിങ്. രേണുസുതിക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അതായത് ലാലേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആ കസിനെ രേണുസുതി എല്ലാവർക്കും മുന്നിൽ ബ്ലെയിം ചെയ്യുവാണ്. അത് പറയേണ്ട കാര്യം രേണുസുതിക്ക് അവിടെ ഇല്ലായിരുന്നു. അതായത് ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, കസിനാണ്, അവനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യും, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, ഇത് അവനാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യുമെന്നൊക്കെ. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു വെച്ച് എൻ്റെ സമയം പോയി, ഫ്ലൈറ്റൊക്കെ മിസ്സാകേണ്ടതായിരുന്നു, ഞാൻ ആ പറഞ്ഞതിന് ഞാൻ അങ്ങ് ക്ഷമ ചോദിക്കുകയാണ്, ഇതായിരുന്നു ആക്ഷൻ. എന്നിട്ട് ആ ഒരു ആക്ഷൻ്റെ കൂടെ തന്നെ ഏത്ത വിടുക എന്നുള്ള 10 ഏത്ത എണ്ണി വിടുന്നുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞ് 10 എണ്ണം അവസാനം വന്ന് നെവിൻ എണ്ണി കൊടുക്കുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ രേണുസുതി ഇനിയും പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത്തരത്തിലൊക്കെ ഓവർ ആക്ട് ചെയ്യാൻ ഇത് കാണുമ്പോൾ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് തോന്നും. പക്ഷേ ആൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല എന്നെനിക്ക് തോന്നി. പുറത്ത് എങ്ങനെയായിരിക്കും ആൾക്കാർ അത് ഡിസ്കസ് ചെയ്യുക, അതായത് താൻ ചെയ്യുന്നതിൽ താൻ വെറും പാവമാണ് എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും അങ്ങനെയാണ് ആൾ ചിന്തിക്കുന്നത്. താൻ വെറും പാവമാണ്, എന്നെ സഹായിക്കൂ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ കൂടെയുള്ളവർ പറയുന്നു എനിക്ക് ഈ ദാനം തന്നതിനകത്ത് കുഴപ്പങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സത്യത്തിൽ രേണുസുതി. അല്ലാതെ ഓക്കെ, നമുക്ക് ആളുടെ ക്യാരക്ടർ സ്കെച്ച് ഇവിടെ എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും ഓരോ ക്യാരക്ടറാണ്, അവരതനുസരിച്ച് ജീവിക്കുന്നുണ്ട്, അവർ ജീവിച്ചോട്ടെ. നമ്മളെ ഒന്നും ഉപദ്രവിക്കാതിരുന്നാൽ പോരെ. നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങളത് ചോദ്യം ചെയ്യണം. അതിപ്പം എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാനും ചോദ്യം ചെയ്യും എന്നതുപോലെ. അപ്പോൾ ഏതായാലും ശരി, ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുതിയുടെ ഒരു വീഡിയോ മുൻപേ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുള്ളതിനും കൂടിയുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞത്. അതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ആക്ച്വലി ഇത് എപ്പിസോഡ് റിവ്യൂ തന്നെയാണ്. ബട്ട് സം പോയിന്റ്സ് ഞാനൊന്ന് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത എപ്പിസോഡിലെ വളരെയധികം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുമായിട്ട് ഞാൻ വേഗം വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഷെയർ ചെയ്യുക.